ഹായ് ഫ്രണ്ട്സ്, ഹോം റെമഡീസ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ബ്രൈഡൽ സ്കിൻ കെയറിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണല്ലേ, നമ്മുടെ ലിപ്സ് എപ്പോഴും നല്ല പിങ്ക് അല്ലെങ്കിൽ ഒരു റെഡ് കളറിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമുള്ളവരാണ് മുക്കാൽ ഭാഗം അല്ലെങ്കിൽ ഭൂരിഭാഗം പേരും ലിപ്സ്റ്റിക് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ള ആ ഒരു വൈഷമ്യം കൊണ്ട് ലിപ്സ്റ്റിക് ഇടാത്തവരും ഉണ്ടാവും നമുക്കിടയിൽ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ലിപ്സിൽ ഡാർക്ക്നെസ് മാറാനും അതുപോലെ തന്നെ ലിപ്സ് നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ലിപ്സ് നന്നായിട്ട് സോഫ്റ്റ് ആക്കി ഇരിക്കാനും ഒക്കെ പറ്റുന്ന 100% നാച്ചുറലായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഒരുപാടുണ്ട്. ഒന്ന്, നമ്മുടെ ലിപ്സിലെ ഡാർക്ക്നെസ് നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ ഡ്രൈനെസ് മാറ്റാം. ലിപ്പ് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും നല്ല സോഫ്റ്റ് ആക്കി വെക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും ഒക്കെ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ബ്രൈഡൽ സ്കിൻ കെയറിലെ സെക്കൻഡ് സ്റ്റെപ്പാണ് ഇതിപ്പോ എല്ലാവർക്കും ചെയ്യാം. നമ്മൾ ബ്രൈഡൽ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വിവാഹിതരാകാൻ പോകുന്ന പെൺകുട്ടികളെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ലല്ലോ. സ്കിന്നിന് കളർ വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും അതുപോലെ തന്നെ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്കും ഒക്കെ ഇത് ട്രൈ ചെയ്യാം. അപ്പം ഇപ്പൊ വരുന്ന വീഡിയോസ് എല്ലാം ബ്രൈഡൽ സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പൊ എല്ലാവരും ആഗ്രഹമുള്ളവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ ആ ലിപ്സ്റ്റിക് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കുക. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് റോസാപ്പൂക്കളാണ്. അപ്പോൾ നല്ല റെഡ് കളറിലുള്ള റോസാപ്പൂ വേണം. ചെറിയ പൂക്കളാണെങ്കിൽ ഒരു 10 എണ്ണം, വലിയ പൂക്കളാണെങ്കിൽ ഒരു 5 എണ്ണം മതിയാവും. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കണം. എന്നിട്ട് നമുക്ക് ഇതിനെ വെള്ളം തോർന്നതിന് ശേഷം അതിൻ്റെ പെറ്റൽസ് മാത്രമായിട്ട് നമുക്കതിനെ വേർതിരിച്ചെടുക്കാം. നമുക്കിതിൻ്റെ പൂമ്പൊടിയും ഒന്നും ആവശ്യമില്ല. അപ്പോൾ പെറ്റൽസ് മാത്രം വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആ 10 പീസിൻ്റെയും 10 റോസാപ്പൂവിൻ്റെയും പെറ്റൽസ് മാത്രമായിട്ട് വേർതിരിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഇവിടെ 10 റോസാപ്പൂവും പെറ്റൽസ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പൂമ്പൊടിയും തണ്ടും ഒന്നും ആവശ്യമില്ല. റോസാപ്പൂവിൻ്റെ ഇതളുകൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതൊരു ഇടികല്ലിലിട്ട് നന്നായിട്ട് വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വെള്ളം ചേർക്കാതെ നമുക്ക് നന്നായിട്ട് അരച്ച് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് വേർതിരിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്കിത് മിക്സിയുടെ ജാറിലിട്ടും അങ്ങനെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഇടികല്ലിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കാനായിട്ട് ജസ്റ്റ് ഒരു കോട്ടൺ തുണി എടുത്തതിന് ശേഷം ഇത് അരച്ച് വെച്ചിരിക്കുന്നത് ആ കോട്ടൺ തുണിയിലേക്ക് ഇടുക. എന്നിട്ടൊരു ബൗളിലേക്ക് ആ കോട്ടൺ തുണി പിഴിയുമ്പോൾ നമുക്ക് ആ ജ്യൂസ് കിട്ടൂലേ, അങ്ങനെ എടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അരിപ്പിലാണെങ്കിൽ നമുക്ക് എടുക്കാൻ കുറച്ചും കൂടി പാടായിരിക്കും. ഇതാകുമ്പോൾ യാതൊരുവിധ തരിയുമില്ല, നമുക്ക് ആ ജ്യൂസ് വളരെ ഈസി ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ അതിൻ്റെ ജ്യൂസ് എടുക്കാം. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം വേണം. അപ്പോൾ നമ്മൾ 10 പീസ് പൂ എടുക്കുമ്പോൾ തന്നെ നമുക്കത് കിട്ടും. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ്. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിൽ നല്ലപോലെ തന്നെ വെള്ളം തിളപ്പിക്കുക. അതിലേക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്യാനായിട്ട് അതിൻ്റെ മീതെ ആ തിളച്ച വെള്ളത്തിൽ വേറൊരു പാത്രം ഇറക്കി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് ഷിയ ബട്ടറാണ്. അപ്പോൾ ഷിയ ബട്ടർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബീ വാക്സ് എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്രീഗോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഷിയ ബട്ടറാണ് ആവശ്യം. അപ്പോൾ ആ ഷിയ ബട്ടർ എടുക്കുക. അപ്പോൾ ഷിയ ബട്ടർ ഇല്ലാത്തവർക്ക് ബീ വാക്സ് എടുക്കുക. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വേണം കേട്ടോ. നമ്മുടെ ലിപ് ലൈറ്റനിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ഇവ രണ്ടുമാണ്. അപ്പം അത് ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം ഞാൻ ഷിയ ബട്ടറാണ് എടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം നമ്മൾ. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ അതൊന്ന് മിക്സ് ചെയ്യുക. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഒഴിച്ചെടുത്ത ശേഷം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു റോസ് പെറ്റൽസിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അത് ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഈ ചൂടിനകത്തേക്ക് ഈ തണുപ്പൊഴിക്കുമ്പോൾ ഈ ഷിയ ബട്ടർ ഒന്നുകൂടെ ഒന്ന് കട്ടിയാവും. അപ്പോൾ ഇത് അരിച്ചൊഴിക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ കണ്ടോ, ഇത് വീണ്ടും കട്ടിയായി. അപ്പോൾ അത് കാരണം നമ്മൾ നല്ലപോലെ തന്നെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഏത് എസൻഷ്യൽ ഓയിലാണോ ഉള്ളത് അത് 1 ഡ്രോപ്പ് എസൻഷ്യൽ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നതനുസരിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതൊരു കളർ ചേഞ്ച് ആവും. ഈ റെഡിൽ നിന്ന് മാറി നമുക്കൊരു നല്ലൊരു ന്യൂഡ് കളർ ആവും. അതുവരെ നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു കളർ ചേഞ്ചിങ് വന്നത് കണ്ടോ. അപ്പോൾ നന്നായിട്ട് നല്ല തിക്ക് പേസ്റ്റ് ആവുകയും ചെയ്യും, അതുപോലെ തന്നെ ആ ഒരു കളർ ചേഞ്ചും വരും. അതുവരെ നിങ്ങൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് അടുപ്പിൽ നിന്നും, അതായത് ആ ഡബിൾ ബോയിലിംഗ് ചെയ്തത് മതിയാക്കാം. എന്നിട്ട് നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ലിപ് ബാമിൻ്റെ കണ്ടെയ്നർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെപ്പിയിൽ ഒഴിച്ച് അതിലേക്കും സ്റ്റോർ ചെയ്യുക. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആവാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഫ്രിഡ്ജ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് നോർമൽ ടെമ്പറേച്ചറിൽ ഒരു 2 മണിക്കൂർ വയ്ക്കുമ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ നമുക്കിതൊരു ഒന്ന് സെറ്റാവാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് നമ്മുടെ സാധാരണ ലിപ് ബാം പോലെ നല്ലൊരു ന്യൂഡ് കളറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല സ്മൂത്ത് ടെക്സ്ചറാണ്, അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റും ആണ്. അപ്പോൾ നമുക്കിത് ലിപ്സിൽ അപ്ലൈ ചെയ്ത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലേ എങ്ങനെയാണ് നമ്മൾ ആ ലിപ്സ്റ്റിക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഏതെങ്കിലും പഴയൊരു ലിപ് ബാമിന്റെ ആ ഒരു ഇതുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്യാം. അതല്ലെങ്കിൽ ചെറിയ ഞാൻ കാണിച്ച പോലെ തന്നെ ഇതുപോലെയുടെ ചെറിയ ഡെപ്പികളുണ്ടെങ്കിൽ അതിനകത്തും സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ നോക്കാം. നമുക്ക് ആദ്യം ഒരു കോട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പം എൻ്റെ ലിപ്സിൽ ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. കണ്ടോ, നല്ലൊരു ന്യൂഡ് കളറാണ്. നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് എന്ന് ആരും പറയില്ല നമ്മുടെ ലിപ്സിൽ. കണ്ടോ, പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ലിപ്സ്റ്റിക് അങ്ങ് മോയ്സ്ചർ ചെയ്ത് വെക്കും. നമ്മുടെ ലിപ്സിനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കി നല്ല സപ്പിളാക്കി വെക്കാനായിട്ട് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ലിപ്പിനെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക് എന്നോ ലിപ് ബാം എന്നോ നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും പറയാം. അപ്പൊ നമ്മുടെ ലിപ്സിൽ ഉണ്ടാകുന്ന പിന്നെ വേറൊരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് യൂസ് ചെയ്യുന്ന സമയത്ത് ലിപ്സിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ലിപ് ബാം ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ഫലം ഇല്ലാതെ പോകും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇതിനെ കാണാൻ നമ്മുടെ ലിപ്സിൽ ആ ഒരു ന്യൂഡ് കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, നോർമൽ ആയിട്ടുള്ള ആ ഒരു ലിപ്സ്റ്റിന്റെ കളറാണ്. അപ്പൊ നിങ്ങൾക്ക് ആരും നിങ്ങളോട് പറയില്ല നിങ്ങൾ ചുണ്ടിൽ ഇങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ നോക്കണ്ട. നമ്മുടെ ചുണ്ട് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇങ്ങനെ ടിഷ്യൂ വെച്ച് ഒപ്പിക്കളഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു കളർ ടിന്റ് എപ്പോഴും നമുക്ക് അതിലുണ്ടാവും. അത് നമ്മളെ ചേർത്ത റോസ് പെറ്റൽസിന്റെയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഏതെങ്കിലും ലിപ്സ്റ്റിക്കിന്റെ കളർ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ കാണാം. ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലെ ലിപ്സിലെ ഡാർക്ക്നെസ് മാറാനും ഡ്രൈനെസ് മാറാനും ഒന്ന് ലൈറ്റൻ ചെയ്യാനും ഒക്കെ നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.